ജോലിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 3 മണി വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ. 3 മണിക്ക് ശേഷം ഞാൻ കുറേ നേരം ഭക്ഷണം കഴിച്ചു. ഉച്ചയ്ക്ക് ഒരു 3 മണിയായപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്തേ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടന്നു. എല്ലാവരും ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഭക്ഷണം കഴിച്ചു, കിടന്നു. രാത്രി ഒരു 4 മണിയായപ്പോൾ വീണ്ടും എണീറ്റതിന് ശേഷം പിന്നെ ഞാൻ അതിന് ശേഷം എല്ലാവരും ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നല്ലോ, മറ്റേ ഇതെന്താണ് ഈ സ്വിച്ച് ബോർഡിൻ്റെ കേടായതിൻ്റെ കംപ്ലൈൻറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്തതിൽ അത് കംപ്ലൈൻറ്റ് ഞാൻ വിളിച്ച് 139 ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് കൊടുത്തായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ അവരുടെ വക റെസ്പോൺസ് മെസ്സേജ് വന്നായിരുന്നു. അവർ പറഞ്ഞത് വെയിറ്റ് ചെയ്യുക, ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ചാർജിങ് പോർട്ട് നല്ലോണം രീതിയിൽ ആകാൻ വേണ്ടി സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു അവർ. എന്നിട്ട് ഞാൻ പിന്നെ 4 മണിയായപ്പോൾ സെറ്റപ്പായി. അപ്പോൾ സുമേഷ് സാറും ബാക്കിയുള്ളവരും പിള്ളേരെല്ലാവരും കൂടെ ചേർന്ന് എനിക്ക് ഇതാണ് സുമേഷ് സാറും എല്ലാവരും കൂടെ ചേർന്ന് കൺഗ്രാജുലേഷൻസ് നല്ല രീതിയിൽ ചെയ്തതിന്. അത് കഴിഞ്ഞിട്ട് 4 മണി മുതൽ 6 മണി വരെ കുറച്ച് നേരം സുമേഷ് സാറും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുമേഷ് സാറിൻ്റെ ഫാമിലിയുടെ കൂടെ സുമേഷ് സാറിൻ്റെ കൊച്ചിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച്, അതിനുശേഷം സുമേഷ് സാറിൻ്റെ കൊച്ചിൻ്റെ കൂടെ കളിച്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 6 മണിയായപ്പോൾ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അപ്പോൾ ഞാൻ മേളിലേക്ക് കയറി ഇവിടെ മേളിലിരുന്ന് ഞാൻ ഫുഡ് കഴിച്ചു. അമ്മമ്മയൊക്കെ നന്നായിട്ടിരുന്ന് നമ്മുടെ മറ്റേ സംഭവം ഇഡ്ഡലിയും പിന്നെ സാമ്പാറും കഴിച്ചു. അപ്പോൾ താഴത്ത് പിള്ളേർക്ക് നല്ലവണ്ണം വിശക്കണുണ്ടായിരുന്നു. അപ്പോൾ അരുൺ സാബുവും ദേവാനന്ദയൊക്കെ താഴ്ത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇഡ്ഡലി വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എക്സ്ട്രാ ഇഡ്ഡലി അമ്മ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കെടുത്ത് കൊടുത്തു. അപ്പോൾ അവർ അത് എക്സ്ട്രാ ഇഡ്ഡലി കഴിച്ച്, ഞാൻ ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ച് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ തന്നെ ഇരുന്നു. പിന്നെ ഒരു 8 മണിയായപ്പോഴത്തേക്കും ഏകദേശം ഒരു 8 മണിയായപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഉറക്കം വന്നു. ആ സമയമായപ്പോഴത്തേക്കും സുമേഷ് സാറിൻ്റെ മുകളിൽ വയ്യ. സുമേഷ് സാർ തുരങ്കമായത് കാരണം ഇത്ര ഒച്ച വേണ്ട. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ. തുരങ്കം കഴിഞ്ഞ് അപ്പോൾ ഒരു 8 മണിയായപ്പോഴത്തേക്കും ഭയങ്കര പാട്. സുമേഷ് സാറിന് മോൾക്ക് ചൂടെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സാറിൻ്റെ മോളെ ഒന്ന് മേലെ എഴുതിപ്പിച്ച് കൂടെ തൊഴിലുകൊണ്ട് മേലെ എഴുതിപ്പിച്ചപ്പോൾ ഓക്കെ ആക്കി ഇരിക്കുക. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ കുന്താപുര സ്റ്റേഷനെത്തി. ബൈന്ദൂരിന് മുമ്പിലെ കുന്താപുര സ്റ്റേഷനെത്തി. അപ്പോൾ കുറച്ച് നേരം വെറുതെ കുറച്ച് നേരം നിന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ട്രെയിൻ ക്രോസിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രോസിങ് ചെയ്ത് പോണതിന് ഒരു 10 മിനിറ്റ് പിടിച്ചു. അപ്പോൾ 2 ട്രെയിനും 30 മിനിറ്റോളം പിടിച്ച് 8:30 വരെ പിടിച്ച് നിർത്തി അവിടെ കുന്താപുര സ്റ്റേഷനിൽ. അപ്പോൾ ഞങ്ങൾ ആ കുന്താപുര സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് പിന്നെ ട്രെയിൻ തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ഉള്ളിലേക്ക് കയറി. പിന്നെ അതിനുശേഷം എന്തായിരുന്നു, അതിനുശേഷം 8:30-9 മണിയായപ്പോൾ നല്ല ക്ഷീണം വന്നിരുന്നു. പിന്നെ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നു, മറ്റേ പിള്ളേരുടെ കൂടെ, ബോയ്സിൻ്റെ കൂടെ. എന്നിട്ട് അവരുടെ കൂടെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് മറ്റേ പുതിയ ലോകം എന്ന് പറയുന്ന ഹൃദയം സിനിമയിലെ പാട്ട് കേട്ട്, പിന്നെ അതിനുശേഷം ഹൃദയം സിനിമയിലെ പാട്ട് കേട്ട് പുതിയ ലോകം എന്ന് പറയണം. പിന്നെ നമ്മുടെ
അവരുടെ കുറേ ഹിന്ദി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ. പിന്നെ നീലാകാശം കൊച്ചക്കടൽ ചുമന്ന ഭൂമി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് പിന്നെ ഞാൻ എൻ്റെ കോച്ചിലേക്ക് വന്നു, എൻ്റെ ബർത്തിലേക്ക് വന്നു. പിന്നെ ഒരു മിഡിൽ ബർത്ത് ബാക്കി എല്ലാവരും ഭാഗ്യശ്രീ ഓളും ഒക്കെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോയി. അതിനുശേഷം ഞാൻ മിഡിൽ സീറ്റിൽ കിടന്ന് ഒരു അരമണിക്കൂർ ഉറങ്ങി. പെട്ടെന്ന് വിമൽച്ചേട്ടൻ വന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞ് വിദ്യാമ്മ വിളിച്ചെന്ന് പറഞ്ഞു. വിദ്യാമ്മനെ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നിൻ്റെ മൊബൈൽ എന്തോ സ്വിച്ച് ഓഫ്. ഞാൻ പറഞ്ഞ് എൻ്റെ മൊബൈലിൻ്റെ ചാർജ് തീർന്നിരിക്കും, അത് കാരണം സ്വിച്ച് ഓഫ് ആക്കി വെച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഞാൻ പെട്ടെന്ന് എണീറ്റ്. അപ്പോഴത്തേക്കും സഫാൻ വന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മൂത്രം ഒഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കുമാണ് ചെറിയൊരു ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മണിയായപ്പോഴത്തേക്കും ഒരു ഇഞ്ചുറി പറ്റിയത്. ആ ഇഞ്ചുറിയുടെ സമയത്തിന് ഇവിടെയായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം കുത്തിപ്പറഞ്ഞു. അപ്പോൾ ടോയ്ലറ്റിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും മൂത്രം ഒഴിച്ചത്. അപ്പോൾ ഈ കാര്യം പോയിട്ട് അപ്പനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എപ്പോഴും എന്നോട് പറഞ്ഞ് നീ അത് നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. പിന്നെ ടവൽ വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം കെട്ടി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് സഞ്ജു എന്ന് ചോദിച്ചത് എന്നോട് എന്താ പറ്റിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ കൈ ഇങ്ങനെ ഇതുപോലെ പൊട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു. അപ്പോൾ സുമേഷ് സാർ വന്നിട്ട് പറഞ്ഞ് അപ്പുറത്തെ കോച്ചിൽ അപ്പുറത്തെ സീറ്റിൽ ജിബിനും ഇതേപോലെ തന്നെ ക്വാളിറ്റി വന്നപ്പോഴത്തേക്കും ഇതേ രീതിയിൽ തന്നെ കൈ പൊട്ടി. അവിടെ എന്തോ ഒരു സാധനം പ്ലാസ്റ്റിക് പോലത്തെ സാധനം കൂർപ്പിച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് കൊണ്ടപ്പോഴത്തേക്കാണ് പൊട്ടിയത്. അതിനുശേഷം ഞാൻ കുറച്ച് ഡിസപ്പോയിൻ്റ് ആയിട്ട് എടുക്കും. അപ്പോഴത്തേക്കും സുമേഷ് സാറിൻ്റെ വൈഫ് ആഞ്ജലി ചേച്ചി എനിക്ക് പ്ലാസ്റ്റർ വേണം. എന്നിട്ട് അരുൺ സാബ് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് എനിക്കത് കെട്ടിത്തന്നു. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടിരിക്കണം. പിന്നെ ഞങ്ങളുടെ ട്രെയിൻ ഇപ്പോൾ 1 മണിക്കൂർ ലേറ്റാണ്. ഇപ്പോൾ സമയം 23:07 എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:07 സമയം 23 ഫെബ്രുവരി 2026 11:07 സമയം 11:07 PM. ഞങ്ങൾ മിക്കവാറും ഒരു ഗോവയിലെത്തണം എന്ന് പറയുന്നത് 1 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഗോവയിലെത്തും. പിന്നെ ഞാൻ ഓർത്ത് മേളിലേക്ക് വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ അധികം പരിപാടിക്കൊന്നും പോകാതിരിക്കണ നല്ലതെന്ന് ഞാൻ ഓർത്ത്. പിന്നെ ഞാൻ സൈലൻ്റായിട്ടിരിക്കണമെന്ന് ഓർത്ത് പിന്നെ ഞാൻ ഇവിടെ വന്ന് സീറ്റിൽ വന്ന് കയറണം. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ബൈ ബൈ. എയർപോർട്ട് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് ചെറുതായിട്ട്. ഗോവ മാബി മാങ്കിട്ട് കഥയ കേട്ട
ഗോവയിലേക്ക് എത്തിയിരിക്കുന്നു. ഗോവയിലെത്തി ഇപ്പോൾ ഒരു റൂം എടുത്തിട്ടുണ്ട്. റൂം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൂമിൽ കിടന്നുറങ്ങാൻ വേണ്ടി 3 മണിയായി. അവസാനം ഗോവയിലെത്തിയതിന് ശേഷം ഗോവയിലെത്തുന്നതിന് മുമ്പ് ഒന്ന് കാർവാർ ഇറങ്ങിയത് എൻ്റെ മാമൻ അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ഒന്ന് കാർവാറിൽ വെറുതെ ഒന്ന് കാല് വെച്ചേ ഉള്ളൂ. ആ മാമൻ കോയമ്പത്തൂർ പോയേക്കും വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ വെറുതെ കാല് വെച്ചേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ കയറി. പിന്നെ നമ്മുടെ ഗോവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഒരാൾ വന്നായിരുന്നു ബസ്സിൽ കൊണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറി ഞങ്ങളിങ്ങോട്ട് പോകുന്നു. പിന്നെ ഇപ്പം കൈയിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഏകദേശം ശരിയായി തുടങ്ങിയിട്ടുണ്ട്. സോപ്പിട്ട് ഞാനിപ്പോൾ മേലെ കഴുകി. അതിനുശേഷം ഞാനിപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി പോയി. ഇനിയിപ്പോൾ നാളെയാണ് പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു. നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല ഇതായിരുന്നു. പിന്നെ നല്ലൊരു ഇതാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്, സീ യു ഫ്രണ്ട്സ്.